നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. 14/7/2025 മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. ഈ വാർത്ത നിങ്ങൾ കണ്ടു കാണും. ഇല്ലെങ്കിൽ 14/7/2025 കണ്ണൂർ എഡിഷൻ വാർത്ത നിങ്ങൾ ഒന്ന് കാണണം. എന്താണ് വാർത്ത എന്ന് വച്ചാൽ, കണ്ണൂർ ഇരിട്ടി പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ പ്രജിതിയുടെ ജീവിത വാർത്തകളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് മനോരമ പത്രത്തിൽ. അപ്പോൾ വളരെ സങ്കടം തോന്നുന്ന വാർത്തയാണ്. എല്ലാവരും ഒന്ന് സഹായിക്കുമെങ്കിൽ സഹായിക്കുക. അവരുടെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നുമില്ല. കണ്ണൂർ ഇരിട്ടിയിൽ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പ്രജിത. അപ്പോൾ ആ പ്രജിതയ്ക്ക് ഒരു അനിയത്തിയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പഠനം നിർത്തി. കൂടാതെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം എന്നായിരിക്കും അല്ലേ? പ്രശ്നം ഇനിയാണ്. അമ്മയ്ക്ക് ഒരു കൈയും ഒരു കാലും തളർന്ന കിടപ്പിലാണ്. പിന്നെ അച്ഛൻ്റെ വരുമാനം കഷ്ടമാണ്. കൂടാതെ അവർക്കൊരു വീടില്ല, ഒരു സെൻറ്റ് അര സെൻറ്റ് പോലും സ്ഥലമില്ല. അവർ ഷീറ്റ് മറക്കി കെട്ടി അതിൻ്റെ അകത്താണ് ഒറ്റമുറി. ആ കൂട്ടിലാണ് അവരെല്ലാവരും 4 പേരും താമസിക്കുന്നത്. വളരെ കഷ്ടമാണ്. സ്കൂളിൽ പോകാനും വളരെ കഷ്ടമാണ്. പട്ടിണിയായിരിക്കും മിക്ക ദിവസങ്ങളിൽ. അതെല്ലാം ഈ വാർത്തയിലുണ്ട്. വളരെ സങ്കടം തോന്നും. അപ്പോൾ പഠിക്കാനും മിടുക്കിയാണ്. അപ്പോൾ എല്ലാവരും നല്ല മനസ്സുകളായ എല്ലാ മലയാളികളും ഈ വീഡിയോ ഒന്ന് കാണുക, ഈ പത്രക്കെട്ട് ഒന്ന് നോക്കുക. മനോരമ ഓഫീസിലെ സ്കൂളിലെ നമ്പറോ ഈ കുട്ടിയുടെ വീട്ടിൽ അവരുടെ നമ്പറോ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് അവരെ സഹായിക്കുക. അല്ലെങ്കിൽ ഇരിട്ടിയിലേക്ക്, കണ്ണൂർ ഇരിട്ടി പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുക. ആ കുട്ടി അന്വേഷിക്കുക, അവരുടെ വീട്ടുകാരെ സഹായിക്കുക. അവർക്കൊരു സ്ഥലം വേണം, അവർക്കൊരു വീട് വേണം. എല്ലാ മലയാളികളെന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഉണ്ടല്ലേ, നല്ലവരായ മലയാളികളാണ് അല്ലേ. അപ്പം എല്ലാവരും തന്നാലാവുന്നത് ഒരു സഹായം ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കുക. അവർ പഠിക്കട്ടെ, പഠിച്ച് നല്ലൊരു ജോലി കരസ്ഥമാകട്ടെ. പഠനം നിർത്താൻ പാടില്ല. ആ അനിയത്തിക്കുട്ടിയുടെ പഠിപ്പ് മതിയാക്കി, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പ് മതിയാക്കി എന്നാണ് ഈ വാർത്തയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കുക അവരെ, ഇതുപോലെയുള്ളവരെ. പത്രക്കെട്ട് വീടെടുത്ത് കൊടുക്കാൻ സന്നദ്ധ സംഘടനകളുണ്ട്, പക്ഷേ സ്ഥലമില്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ സ്ഥലം എടുക്കണ്ടേ, അതിനുള്ള സാമ്പത്തിക സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഓരോരുത്തരും തന്നാൽ കഴിയുന്നത് അവിടെ എത്തിച്ചു കൊടുക്കുക. കണ്ണൂർ ഇരിട്ടി പടിയൂർ ഗവൺമെൻറ്